ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു റിവ്യൂ ആണ്. ഒലസാപ്പോ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് കായ്ക്കുകയാണ്. അപ്പോൾ ഇത് ചൂട് ഇതിനധികം പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഓവർ വെയിലുള്ളിടത്താണ് ഇതുള്ളത്. അപ്പോൾ ജസ്റ്റ് അപ്പോൾ 1, 2, 4, 5 ഒരു 5-6 പഴമേ ഉള്ളൂ ഇപ്പോൾ കായ്ച്ചത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒലസാപ്പോ ഫ്രൂട്ട് എന്താണെന്നൊക്കെ ഇനി അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് റിവ്യൂ ചെയ്യാറുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊലകുത്തി കായ്ച്ച ബനാന മാങ്കോൻ്റെ അവസ്ഥയാണ്. ഏതോ ഒരുത്തൻ നന്നായിട്ട് പ്രാഗിയിട്ടുണ്ട്. നമ്മളെ ശത്രുക്കൾ പ്രാവശ്യം ഒരു 5-6 മാങ്ങ കായ്ച്ചിട്ടുള്ളൂ. അതിലിപ്പോൾ 2 പൊട്ടി വീണ്. ഇനിയിപ്പോൾ ഒരു 4 ഉള്ളൂ. ഇപ്പോൾ ഡ്രാഗണൊക്കെ ഫ്ലവർ ഇടുന്ന സമയമായി. അപ്പോൾ ഇനി നമ്മൾ ഒലസാപ്പോൻ്റെ തൈകളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒലസാപ്പോൻ്റെ ഇപ്പോൾ വലിയ മരങ്ങളുള്ളത്. ഏകദേശമൊക്കെ കായ്ക്കാനായ മരങ്ങളാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു 5-6 മരങ്ങളുണ്ട്. ഇതിൽ 1-2 ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുപോയി ഹെവി പ്ലാന്റ് ആണ് കേട്ടോ. കാരണം അതിൻ്റെ ചെറിയ തൈകൾ ഉണ്ടായിരുന്നത് അത് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഉൾഭാഗത്താണ്. അതാണ് അതിൻ്റെ ഒന്ന് സാമ്പിൾ കാണിച്ചു തരാണ്. ഇതാണ് ചെറിയ തൈകൾ. അപ്പോൾ അത് നമ്മളെ ഫ്രൂട്ട് ഏകദേശമൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഹാർവെസ്റ്റിങ് വിളവെടുപ്പ് എടുക്കുക എന്നുള്ളതാണ്. വിരിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്ക് അത് മഞ്ഞ കളറിലേക്ക് മാറി. ഇനി അതിൻ്റെ മൂത്ത പഴം നോക്കിയിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജസ്റ്റ് നിങ്ങളെ അവിടെയും ഇവിടെയൊക്കെ പഴങ്ങൾ ധാരാളം ഉണ്ട്. പുതിയ പഴങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് തന്നെ നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒന്നൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒലസാപ്പോ അല്ലെങ്കിൽ ചക്കരപ്പഴം അതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ലൊരു സീഡുണ്ട്. വലിയൊരു സീഡാണ്. ഒറ്റ സിംഗിൾ സീഡാണ്. ചക്കരപ്പഴം എന്നൊക്കെ പറയാൻ ശരിയാണ്. നമ്മളെ ജാഗരി ശർക്കരൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്കത് ഫീൽ ചെയ്തത് നമ്മൾ കോഴിട്ടപ്പഴമല്ലേ, നമ്മളെ നാട്ടിലെ അബിയുൻ്റെ ഒക്കെ പോലത്തെ ഒരു കോഴിട്ടപ്പഴം. അതിൻ്റെ മാതിരത്തെ ഒരു ഫ്ലഷാണ്. പക്ഷെ മധുരം കൂടുതലുണ്ട്. അങ്ങനെയുണ്ട് കോട്ടപ്പഴത്തിൻ്റെ ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്നതിലുപരി ഒരു നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാൻ. പിന്നെ ഒരു ഫ്രൂട്ട്സ്, ഒരു വിദേശ പഴം കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കഴിച്ചിരിക്കാം. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ്, തിരൂർ.